നമ്മളിപ്പോൾ കാണാൻ പോണത് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലെ കാഴ്ചകളാണ്. മൂന്നാറൊക്കെ പോയി കറങ്ങി വരുന്നവർക്ക് ഒരു സിംഗിൾ ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണ് കാന്തല്ലൂർ. കാന്തല്ലൂരിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടെയുള്ള ഫ്രൂട്ട് ഫാംസ്. കുറേ അധികം ഫ്രൂട്ട് ഫാംസ് ഉണ്ടെങ്കിലും റീൽസിലൂടെയും വീഡിയോസിലൂടെയും വൈറലായിട്ടുള്ള സ്നോ ലൈൻ റൂട്ട് ഗാർഡനിലാണ് നമ്മൾ പോയത്. 20 രൂപയായിരുന്നു ഒരാൾക്കുള്ള എൻട്രി ഫീ. കയറിയപ്പോൾ തന്നെ നമുക്കവർ പാഷൻ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. ഇപ്പം അവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണാണ്. അപ്പം ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. ഫ്രൂട്ട്സ് കൂടാതെ ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സും ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാവൽക്കാരായിരിക്കണം. സ്ട്രോബെറി പറിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ പോയതെങ്കിലും ഇപ്പം അവിടെ 2 ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഒരു ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോഴാണ് സ്ട്രോബെറി സീസൺ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത വൈറ്റ് സപ്പോർട്ടയും അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് അതാണ് കേട്ടോ. കുറേ ഏക്കേഴ്സിലായിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സാണ് ഇതിനകത്തുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി. നമ്മൾ സാധാരണ കഴിക്കുന്ന പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പാഷൻ ഫ്രൂട്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. പാഷൻ ഫ്രൂട്ട് കൂടാതെ പിയാറും ഉണ്ട് ഇവിടെ. പക്ഷേ ഇതൊന്നും ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് അധികം ഫ്രൂട്ട്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഗാർഡൻ ഫുൾ നമ്മളെ ചുറ്റിക്കാണിക്കാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയും നമ്മുടെ കൂടെ ഗൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. റോസ് ഗാർഡനിലേക്ക് പോകുമ്പോൾ കാണുന്നത് പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് ഒരു ആപ്പിൾ മരമാണ് കേട്ടോ. ഇപ്പം സീസൺ അല്ലാത്ത കൊണ്ട് അധികം ആപ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജൂൺ ജൂലൈ ടൈമിലൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കുറേ ആപ്പിൾസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കുറേ അധികം ഓറഞ്ചസും മൊസംബീസും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ പേരയ്ക്കയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓറഞ്ചസൊക്കെ പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഒരു നെക്സ്റ്റ് മന്താണ് നിങ്ങൾ പോണതെങ്കിൽ ഈ ഓറഞ്ചസൊക്കെ റൈപ്പായി നിങ്ങൾക്ക് നല്ല കുറേ പഴുത്ത ഓറഞ്ചസൊക്കെ വാങ്ങിക്കാൻ പറ്റും. അവിടെ കണ്ട ഒരു വെറൈറ്റി ഐറ്റമായിരുന്നു ഈ മരത്തക്കാളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു പേര് കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്കായിട്ട് 1-2 ആപ്പിൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആപ്പിളും അതുപോലെ ഡിഫറെൻറ്റ് ഫ്രൂട്ട് വെറൈറ്റീസും ഇവിടെ വളർന്നത് കൊണ്ടാണ് കാന്തല്ലൂരിനെ കാശ്മീർ ഓഫ് കേരള എന്ന് പറയുന്നത്. ഇതൊരു സബർജല്ലി മരമാണ് കേട്ടോ. നെക്സ്റ്റ് വീണ്ടും ഒരു പിയർ ഫ്രൂട്ട്. വട്ടവടിയിലൊക്കെ ആൾക്കാർ ഫ്രൂട്ട്സ് ഫാംസിൽ പോയിട്ട് ഫ്രൂട്ട്സ് പ്ലക്ക് ചെയ്യണ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ നമുക്ക് പ്ലക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് സീസണൽ ഫ്രൂട്ട് ഏതാണോ അത് വാങ്ങിക്കാം. സീസണൽ ഫ്രൂട്ട്സ് എല്ലാം തന്നെ സെയിലിനായിട്ട് ഫാമിൻ്റെ എൻട്രൻസിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ കൂടാതെ വേറെയും കുറച്ച് ഫാമിലീസൊക്കെ ഫാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ചാറ്റൽ മഴയൊക്കെയുള്ള ടൈമിലാണ് നമ്മൾ ഫാമിലോട്ട് എൻ്റർ ചെയ്തത്. മഴയുള്ള ടൈമിലാണ് നമ്മൾ പോണതെങ്കിൽ നമുക്ക് വേറാനായിട്ടുള്ള റെയിൻ കോട്ടും അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഫാമിനകത്ത് ഏറ്റവും കൂടുതലായുള്ളത് ഓറഞ്ച് മരങ്ങളാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതെല്ലാം ഓറഞ്ച് ട്രീസ് ആണ് കേട്ടോ. ട്രീസിൻ്റെ താഴേക്കായിട്ട് കുറേ വൈറ്റ് പൗഡേഴ്സൊക്കെ കാണാൻ പറ്റി. മേ ബി ഫെർട്ടിലൈസർ എന്തെങ്കിലും ഇട്ട് കൊടുത്തതാവാം. പ്ലം ട്രീയും ഇവിടെ ഉണ്ടായിരുന്നു. ഡു നോട്ട് ടച്ച് ദി പ്ലാന്റ്സ് എന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊന്നും പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്നും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട മറ്റൊരു കാഴ്ചയായിരുന്നു തേൻ കുടിക്കാൻ വന്ന ഈ ഹണി ബീസ്. ഫ്രൂട്ട്സ് പോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റ്സും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ഒരു സീതപ്പഴത്തിൻ്റെ പ്ലാന്റാണ്. ഇപ്പം സീതപ്പഴത്തിൻ്റെയും സീസണാണ്. അതുകൊണ്ട് സീതപ്പഴവും വിൽക്കാനായിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലിൽ നമ്മൾ എക്സിറ്റിലെത്തിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിപ്പോവാനാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോഴത്തെ സീസണൽ ഫ്രൂട്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടും പേരയ്ക്കയും സീതപ്പഴവും ഒക്കെയാണ് ഇവിടെ വിൽക്കാനായി വെച്ചിട്ടുള്ളത്. 3 നമ്മൾ കുറച്ച് വാങ്ങിച്ചു. 150 റുപ്പീസ് ആയിരുന്നു 1 കിലോ പാഷൻ ഫ്രൂട്ടിന് നമ്മൾ കൊടുത്ത പ്രൈസ്. നമ്മൾ എന്നും കഴിക്കാനുള്ള പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മൈൽഡ് സ്വീറ്റ്നെസ് ഒക്കെയുള്ള നല്ലൊരു ടേസ്റ്റി ഫ്രൂട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്നിറങ്ങി നമ്മൾ പുറത്ത് കണ്ടൊരു ചെറിയൊരു കടയിലോട്ട് പോയി. അവിടെയും കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഫാംസിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ വിൽക്കാനായി വെച്ചിട്ടുള്ളത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്.